ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ ഗാസ അതുപോലെ തന്നെ അമേരിക്കയുടെ ഈ ഒരു അറബ് മീറ്റിംഗ്, മിഡിൽ ഈസ്റ്റ് മീറ്റിംഗ് ട്രംപിൻ്റെ അതൊക്കെ കഴിഞ്ഞ് ഇസ്രായേൽ തകൃതിയായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. ഇത് ട്രംപിനുള്ള മറുപടിയാണോ അല്ലെങ്കിൽ അറബ് ലീഗിനുള്ള മറുപടിയാണോ എന്നുള്ളത് നിങ്ങൾ തന്നെ വിലയിരുത്തണം. ഞാൻ എന്തായാലും കാര്യം പറയുന്ന പറയുന്നില്ല. ട്രംപ് ഇപ്പം ഈ ഒരു രണ്ടാഴ്ചയായിട്ട് ഒരു ഇന്ത്യ വിരുദ്ധത അതുപോലെ ഒരു ഇസ്രായേൽ വിരുദ്ധത ഇതൊക്കെ കാണിക്കുന്നുണ്ട്. ഇതിൻ്റെ കാരണം വേറെ ഒന്നുമില്ല. ഇത് സൗദി അറേബ്യയിൽ ഒരു 1 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻറ്റ് MBS കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വിവിധ മേഖലകളിൽ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് അതിനുള്ള എഗ്രിമെൻ്റൊക്കെ അവർ തയ്യാറാക്കി ഒപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ UAEയും ഏതാണ്ട് 1.4 ലക്ഷം കോടി ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ ഈ വക 2 ലോട്ടറിയാണ് ട്രംപിൻ്റെ പോക്കറ്റിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിലുപരിയായിട്ട് ഇപ്പോൾ അമേരിക്കയ്ക്ക് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ് അമേരിക്ക ഇന്ത്യയുടെ ഈ ഒരു വിജയത്തെ അംഗീകരിക്കാത്തത്? ഒറ്റ ലൈനിൽ ഉത്തരം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഉപയോഗിച്ചതെല്ലാം തന്നെ റഷ്യയുടെ പ്രോഡക്റ്റുകളും അതുപോലെ തന്നെ ഫ്രാൻസിൻ്റെ പ്രോഡക്റ്റുകളുമാണ്. എല്ലാവർക്കും അറിയാം, നമ്മളുടെ വീഡിയോയിൽ പലതവണ നമ്മൾ പരാമർശിച്ച് പോയിട്ടുണ്ട് ഇമ്മാനുവൽ മാക്രോണും ട്രംപും തമ്മിലുള്ള ആ ഒരു ഇടപാട് എങ്ങനെയാണെന്നുള്ളത്. അത് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കട്ട് ആൻഡ് റൈറ്റ് ഇടപാടാണ്. ശരിക്കും പറഞ്ഞാൽ കാണുമ്പോൾ ചിരിക്കും, അത്രേ ഉള്ളൂ. പക്ഷേ പുറകെ കൂടെ ഉള്ള പണിയൊക്കെ ഉണ്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ആ രീതിയിൽ ഹിഡൻ ഡിപ്ലോമസി ഉള്ള രാജ്യങ്ങളാണ് ഈ ഒരു ഫ്രാൻസ്. അതേപോലെ ഫ്രാൻസിൻ്റെ മാക്രോണാണ് യൂറോപ്യൻ യൂണിയനെ മൊത്തത്തിൽ തന്നെ വളച്ചു നിർത്തി മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ഈ ഒരു ഉക്രൈൻ റഷ്യ യുദ്ധത്തിൻ്റെ ആ ഒരു മീഡിയേഷന്, ആ ഒരു നെഗോസിയേഷന് തടസ്സമായിട്ട് നിൽക്കുന്നത് മെയിനായിട്ട് ഉള്ള ഒരു വ്യക്തിയാണ് ഇമ്മാനുവൽ മാക്രോൺ. അപ്പോൾ ആ ഒരു കലിപ്പ് ട്രംപിന് മാക്രോണോടുണ്ട്. ഇന്ത്യ നടത്തിയ ഈ ഒരു അറ്റാക്ക് ഓപ്പറേഷൻ സിന്ദൂർ അത് ഏറ്റവും കൂടുതൽ ഗുണപരമായത് ഫ്രാൻസിനാണ്. കാരണം ഫ്രാൻസിൻ്റെ ഫൈറ്റർ ജെറ്റ് റഫേലിന് കിട്ടിയ ഒരു മൈലേജ് എന്ന് പറഞ്ഞാൽ ചില്ലറയൊന്നുമല്ല. ഇത് ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. നല്ല രീതിയിൽ കൂടുന്നുണ്ട്. അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കൻ മാർക്കറ്റിൽ, ഫൈറ്റർ ജെറ്റിൻ്റെ മാർക്കറ്റിൽ റഫേൽ ഒരു നിർണായക കോമ്പറ്റീറ്ററായിട്ട് ഉയർന്നു വന്നു കഴിഞ്ഞു. ഇനി അതിന് തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ അമേരിക്ക നേരിടുന്ന വലിയൊരു വെല്ലുവിളി. ഈ വെല്ലുവിളിയെ എങ്ങനെ മറികടക്കും എന്നുള്ളതാണ് ഡീപ് സ്റ്റേറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ട്രംപിൻ്റെ സൈഡിലേക്ക് കിട്ടുന്ന പ്രഷർ. ഈ പ്രഷർ മാനേജ് ചെയ്യാൻ കഴിയാതെയാണ് ട്രംപ് പല രീതിയിലും ഉരുണ്ട് കളിക്കുന്നത്, പലപ്പോഴും സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റുന്നതും ഇന്ത്യയെ വെറുപ്പിക്കുന്ന പോലുള്ള ചില സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ പുറപ്പെടുവിക്കുന്നത്. ഇത് ആരുടെയൊക്കെയോ താല്പര്യങ്ങളെ സംരക്ഷിക്കുന്നുവെന്ന് വരുത്തി ചേർക്കാൻ വേണ്ടിയിട്ട് ട്രംപ് നടത്തുന്ന ചില നാടകങ്ങളാണ്. ട്രംപ് മിഡിൽ ഈസ്റ്റ് സന്ദർശിച്ചു, ഇസ്രായേലിനെ ഒഴിവാക്കി. ഇസ്രായേൽ മിഡിൽ ഈസ്റ്റിലാണല്ലോ. ഇസ്രായേലിനെ ഒഴിവാക്കി അമേരിക്കയിലോട്ട് വണ്ടിയെടുത്തങ്ങ് പോയി. പക്ഷേ ഇസ്രായേൽ എന്താണ് ചെയ്തത്? ട്രംപ് മീറ്റിങ്ങിലിരുന്ന് ഇസ്രായേലിനെ കണ്ടംപ്റ്റ് ചെയ്യുന്ന അതേ സമയത്ത്, അതായത് അറബ് ലീഗ് മീറ്റിങ്ങിൽ കൂടിയിട്ട് ഗാസയിൽ ഒരു സമാധാനം കൊണ്ടുവരണം, സീസ് ഫയർ കൊണ്ടുവരണം, അതുപോലെ തന്നെ ഗാസയിൽ നിരന്തരമായിട്ട് വെടിനിർത്തൽ ഉണ്ടാവണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളൊക്കെ പുരോഗമിക്കുന്ന ആ ഒരു മൊമെന്റിൽ തന്നെ ഇസ്രായേൽ, ഇന്നലെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, അതിശക്തമായ രീതിയിൽ ആക്രമണം ഗാസയ്ക്കുള്ളിൽ അഴിച്ചുവിട്ടിരുന്നു. അത് എക്സ്റ്റെൻഡഡ് വേർഷൻ ഓഫ് അറ്റാക്ക്, ഒരു എക്സ്റ്റെൻഡഡ് രീതിയിലാണ് ആക്രമണം അവിടെ അഴിച്ചുവിട്ടിരുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ 3 ദിവസത്തിൽ ഉണ്ടായ ഒരു ടോൾ എന്ന് പറഞ്ഞാൽ മരണനിരക്ക് 500-ലധികം എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് ഇപ്പം ഞാൻ വീഡിയോ എടുക്കുന്നതിന് ഒരു മണിക്കൂറിന് മുമ്പ് ഞാൻ നോക്കുമ്പോഴത്തേക്കും ഞായറാഴ്ച ടു തിങ്കളാഴ്ച ആ ഒരു നൈറ്റിലാണ് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഈ ഒരു ടൈമിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 100-ലധികം ആൾക്കാർ ഇന്നത്തെ ദിവസം മാത്രമുള്ള ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ കരുതിക്കോ ഇസ്രായേൽ ഏത് രീതിയിലുള്ള ആക്രമണമാണ് അവിടെ നടത്തുന്നത്. അതുപോലെ തന്നെ ഇവാക്യുവേഷൻ ഓർഡർ ഫ്രീക്വൻ്റ് ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. കാൻ യൂണിസിലൊക്കെയാണ് ഏറ്റവും കൂടുതൽ ശക്തമായ ആക്രമണം അഴിച്ചുവിടപ്പെട്ടത്. ടോപ്പ് ടു ബോട്ടം നോർത്തേൺ ഗാസ തൊട്ട് സദൺ ഗാസ വരെയുള്ള കംപ്ലീറ്റ് ഏരിയയും കൃത്യമായി ടാർഗറ്റ് ചെയ്ത് അറ്റാക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നേട്ടങ്ങളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിന് ചില നേട്ടങ്ങൾ ഇസ്രായേൽ പറയുന്നുണ്ട്. അതായത് യഹിയ സിൻവറിൻ്റെ ബ്രദറായിട്ടുള്ള മുഹമ്മദ് സിൻവർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ ഇനി മറ്റൊരു ബ്രദറായിട്ടുള്ള സക്കറിയ സിൻവറും കൂടി കൊല്ലപ്പെട്ടിരിക്കുന്നു. അതോടൊപ്പം ഇവരുടെ ഒപ്പം ഉണ്ടായിരുന്ന കൂട്ടാളികളായിട്ടുള്ള 10 പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 10ഉം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നിർണായക ചുമതല വഹിക്കുന്ന ആൾക്കാരാണ് ഹമാസിൻ്റെ ഉള്ളിൽ. അപ്പോൾ ഇതൊക്കെ ഇസ്രായേലിന് കിട്ടുന്ന നേട്ടങ്ങളായിട്ട് ഇസ്രായേൽ എണ്ണി പറയുന്നുണ്ടെങ്കിലും കാഷ്വാലിറ്റിയുടെ എണ്ണം കുറയ്ക്കാൻ കഴിയുന്നില്ല. നല്ല രീതിയിൽ ഉയർന്ന തോതിൽ കാഷ്വാലിറ്റീസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അറബ് ലീഗിൻ്റെ ഉള്ളിൽ ഈ ട്രംപിൻ്റെ മീറ്റിങ്ങിന് ശേഷം ഒരു വിള്ളൽ വീണിട്ടുണ്ട്. അതായത് ഹമാസിനെ അനുകൂലിക്കുന്ന കുറച്ച് ആൾക്കാർ, ഹമാസിനെ അനുകൂലിക്കാത്ത കുറച്ച് ആൾക്കാർ, ഇങ്ങനെ 2 ടീമായിട്ട് അറബ് നേഷൻസിൻ്റെ അറബ് ലീഗ് 2ആയിട്ട് തിരിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ അതായത് ഇറാനെ അനുകൂലിക്കുന്ന ടീം ഒരെണ്ണം, സൗദിയെ അനുകൂലിക്കുന്ന ടീം മറ്റൊരെണ്ണം. ഇതാണ് ഇതിനകത്ത് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഷിയ സുന്നി 2ആയിട്ട് പിരിഞ്ഞ് നിൽക്കുകയാണ് ഇപ്പോൾ. പിന്നെ കുറച്ച് ആഫ്രിക്കൻ ഇസ്ലാമിക് കൺട്രീസ് ഉണ്ട്. അവർ അങ്ങോട്ടാണോ ഇങ്ങോട്ടാണോ എന്നറിയാത്ത രീതിയിൽ ഏത് നേരത്തും എവിടെ വേണമെങ്കിലും വോട്ടിടും എന്നുള്ള നിലയിൽ മാറിയും തിരിഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ്. അവർക്ക് കുറച്ച് ഫണ്ടും ചാരിറ്റിയും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ മതി. അതൊക്കെ സൗദി അറേബ്യയും UAEയും തകൃതിയായിട്ട് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുന്നത്, വർഷങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. അത് ഇനിയും തുടരും.
അപ്പോൾ അതുകൊണ്ട് അവരുടെ സപ്പോർട്ട് എന്തായാലും ഈ ഭാഗത്തിന് വളരെ വ്യക്തമായിട്ട് കിട്ടും. അത് ഉറപ്പിച്ചുകൊണ്ട് തന്നെയാണ് UAE സൗദി അറേബ്യ പോലത്തെ രാജ്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. സന എയർപോർട്ട് ഇന്നലെ തുറന്നു കൊടുത്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ലിമിറ്റഡ് യൂസേജ് ആണ് ഇപ്പോൾ നടക്കുന്നത്. അതായത് ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പർ ഓഫ് ഫ്ലൈറ്റ്സ് മാത്രമാണ് അവിടെ ടേക്ക് ഓഫ് ലാൻഡിംഗ് മാത്രം അവിടെ നടത്തുന്നത്. റെഗുലർ ഓപ്പറേഷൻസ് ബേസിസിൽ ഇതുവരെ അത് ഓപ്പറേഷൻ തുടങ്ങിയിട്ടില്ല. ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത്, അമേരിക്കയുമായിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ട്രംപ് ഇങ്ങനെ ഇടയുന്നതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മൊസാദിന്റെ സപ്പോർട്ട് ഇന്ത്യക്ക് ഉണ്ടായിരുന്നു. ഇന്റലിജൻസിൽ മൊസാദ്, റാ, അതേപോലെ തന്നെ CIA ഇവരെല്ലാം ചേർന്ന് തന്നെയാണ് ഇന്റലിജൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നത്. പക്ഷേ ഇന്ത്യയുടെ ഒരു അറ്റാക്കിംഗ് പവർ അവർ ഇതുവരെ കണ്ടിട്ടില്ലായിരുന്നു. അവർ അറ്റാക്കിംഗ് പവർ കണ്ടപ്പോഴാണ് അവർക്ക് ശരിക്കും കാര്യം മനസ്സിലായത്. ഇന്ത്യയെ ഇങ്ങനെ കയറഴിച്ച് വിട്ടു കഴിഞ്ഞാൽ പാകിസ്ഥാനെ ചിന്നാഭിന്നമാക്കി കളയും എന്നുള്ള ഒരു ഉറപ്പ് അവർക്ക് കിട്ടിയത് കൊണ്ടാണ് അവർ പെട്ടെന്ന് തന്നെ സ്വിച്ച് ഇട്ടതുപോലെ ഈ ഒരു യുദ്ധം നിർത്താൻ പറഞ്ഞത്. ഇന്ത്യക്കും യുദ്ധം തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ യാതൊരു താല്പര്യമില്ല എന്നുള്ളതാണ്. കാരണം നമ്മുടെ ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ട്രേഡാണ്. ട്രേഡ് നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കാര്യം വേണ്ടാന്ന് തന്നെയാണ് ഇന്ത്യ തീരുമാനിച്ചത്. കാരണം പാകിസ്ഥാൻ ഇങ്ങനെയൊക്കെ അടിച്ചൊതുക്കി നിന്നാൽ മതി. അവർക്കൊന്നും ഇന്ത്യയെ കയറി ഒരിക്കലും അറ്റാക്ക് ചെയ്ത് മുന്നോട്ട് കയറി വരാനുള്ള ഒരു കെൽപ്പൊന്നും അവർക്കില്ല. അവരൊക്കെ ഇങ്ങനെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഇങ്ങനെ നടത്തും. തീവ്രവാദികൾ എപ്പോഴും അങ്ങനെയാണ്. അല്ല, നമ്മളിപ്പോൾ അതിനെ അങ്കലായ്പോടെ നോക്കി കാണേണ്ട ആവശ്യമില്ല. കണക്കിനുള്ള മറുപടിയും കൊടുത്താൽ മതി. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മളുടെ ഇന്റലിജൻസ് സെക്യൂരിറ്റി വിങ് ഏറ്റവും കൂടുതൽ ശക്തിപ്പെടുത്തുക. അതാണ് വേണ്ടത്. കാരണം ഇനി ഒരു പെഹൽഗാം പോലത്തെ ഒരു അറ്റാക്ക് ഇനി നടക്കാതിരിക്കാനുള്ള ശ്രദ്ധയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ചെയ്യേണ്ടത്. ഉക്രൈൻ്റെ ഉള്ളിൽ ഇന്ന് റഷ്യ 273 ഡ്രോൺ അറ്റാക്കാണ് നടത്തിയത്. അത് കുറേയൊക്കെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നൊക്കെ ഉക്രൈൻ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഈ ഒരു ആക്രമണം നല്ല രീതിയിൽ ഉക്രൈൻ്റെ ഉള്ളിൽ നാശനഷ്ടങ്ങൾ വരുത്തി വെച്ചിട്ടുണ്ട്. ട്രംപ് എത്ര ശ്രമിച്ചാലും റഷ്യ ഉക്രൈൻ വിഷയം പുടിൻ വളരെ വ്യക്തമായിട്ട് ട്രംപിനെ മനസ്സിലാക്കി കഴിഞ്ഞു. ട്രംപ് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എന്താണ് പുള്ളിയുടെ താല്പര്യം, ഈ മിനറൽ ഡീൽ ഉക്രൈൻ സൈൻ ചെയ്തതിന് ശേഷം റഷ്യയോടുള്ള താല്പര്യത്തിൻ്റെ ആ ഒരു ഡെപ്ത് ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് പുടിൻ ഇപ്പം നേരെ സ്വന്തം കപ്പാസിറ്റിയിൽ മുന്നോട്ട് നീങ്ങുന്നത്. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ രീതിക്ക് ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. അതേപോലെ റഷ്യയുടെ എണ്ണക്കിണറുകളെ എയിം ചെയ്തുകൊണ്ട് ബ്ലാക്ക് സീയുടെ ഭാഗത്ത് പല ഏരിയകളിൽ ഉക്രൈൻ അറ്റാക്ക് നടത്താൻ ശ്രമിച്ചെങ്കിലും അത് പലതും റഷ്യ ഇന്റർസെപ്റ്റ് ചെയ്ത് കളഞ്ഞു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ ഒരു 4 മാസം കൊണ്ട് റഷ്യയുടെ 1000 ടാങ്കുകളെയൊക്കെ ഉക്രൈൻ അറ്റാക്ക് ചെയ്യുന്നു എന്നാണ് അവകാശപ്പെടുന്നത്. അങ്ങനെ അവകാശപ്പെടുന്നെങ്കിൽ ഇപ്പോൾ റഷ്യയുടെ കയ്യിൽ ചിലപ്പം ടാങ്ക് ഒന്നും കാണാൻ വകുപ്പില്ല. ആ രീതിയിലാണല്ലോ ആക്രമണം. 4 മാസം കൊണ്ട് 1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോൾ ഏതാണ്ട് 3.5-4 വർഷമായി. ഏതാണ്ട് 10-15,000 മേളിലുള്ള ടാങ്കുകൾ ഇപ്പം തന്നെ നഷ്ടപ്പെട്ടു പോയിരിക്കേണ്ടതുണ്ട് റഷ്യയുടേത്. അങ്ങനെ നോക്കുമ്പോൾ റഷ്യയുടെ കയ്യിൽ വരും കാളവണ്ടികളോ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലുമൊക്കെ പുരാതന കാലത്തുള്ള എന്തെങ്കിലും വിഷയങ്ങളായിരിക്കും അവരുടെ കയ്യിൽ ഉണ്ടാവുക. പക്ഷേ റഷ്യ ഇപ്പോഴും ഏറ്റവും കൂടുതൽ സ്ഥലം കൈക്കലാക്കുകയും കൃത്യമായി ഉക്രൈൻ തിരിച്ചടി കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സ്ഥിതിവിശേഷമാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഇതിൽ സ്റ്റേറ്റ്മെൻറ്റുകൾ ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. പക്ഷേ റിയാലിറ്റി ഫാക്റ്റ് നോക്കുമ്പോഴത്തേക്കും ആരാണ് ഏറ്റവും കൂടുതൽ മുന്നോട്ട് പോയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റഷ്യ തന്നെയാണ്. അത് പലർക്കും അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ റഷ്യ തന്നെയാണ് ഈ ഒരു യുദ്ധത്തിൽ നേട്ടം കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേ സ്ഥിതി തുടരുകയാണെന്നുണ്ടെങ്കിൽ അമേരിക്കയ്ക്ക് പറഞ്ഞ വാഗ്ദാനങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഉക്രൈനെ വീണ്ടും നിരുപാധികം സഹായിക്കേണ്ടി വരും. സെക്യൂരിറ്റി കോളൊക്കെ എടുത്ത് ഉറപ്പുവരുത്തേണ്ടി വരും. അങ്ങനെ ഒരു അവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ട്രംപിന് അതിൻ്റെ നാണക്കേട് തലയിൽ എന്നും ഉണ്ടാവും എന്നുള്ളതാണ്. ഈ ഒരു അവസ്ഥ വരാതിരിക്കാൻ ട്രംപ് ശ്രമിക്കുകയാണ്. പക്ഷേ നടക്കൂല്ലോ എന്നുള്ളത് നമുക്കറിയത്തില്ല. എല്ലാ കാര്യങ്ങളും പുടിനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്, ഞാൻ നാളെ തന്നെ മൺഡേ പുടിനെ വിളിച്ച് സംസാരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംസാരിച്ചിട്ട് ഇനിയിപ്പോൾ എന്താണ് തീരുമാനിക്കാൻ പോകുന്നുള്ളത് നമുക്ക് ചൊവ്വാഴ്ച രാവിലെയൊക്കെ അറിയാൻ കഴിയുന്നതായിരിക്കും. ട്രംപിൻ്റെ ഇൻറ്റൻഷൻ വളരെ ബാഡാണെന്നുള്ളത് പുടിൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു. പുടിൻ മാത്രമല്ല, ഇന്ത്യയും ഒരു പരിധിവരെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം വെസ്റ്റേൺ മീഡിയ കാണിക്കുന്ന ആ ഒരു നെറേറ്റീവ്സ് ഉണ്ടല്ലോ, അത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ. അവരൊക്കെ അമേരിക്കയെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാരാണ്. ആ രീതിയിൽ ഇന്ത്യക്കെതിരെയുള്ള നെറേറ്റീവ്സ് ആണ് വെസ്റ്റേൺ മീഡിയ ഇതെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ട്രംപ് അടുത്ത് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ചൈന വിസിറ്റ് ചെയ്യാനുള്ള താല്പര്യമുണ്ടെന്ന് പറഞ്ഞിരിക്കുകയാണ്. അത് ഷീ ജിൻപിങ്. അമേരിക്കയിൽ ട്രേഡ് ഏത് രീതിയിൽ തകർന്നടിഞ്ഞ് കിടക്കുന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ട്രേഡിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പം ചൈനയെ സന്ദർശിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഷീ ജിൻപിങ്ങിന്റെ കാല് പിടിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട് എന്നാണ് ട്രംപ് പറയുന്നത്. ഇനി പോയി കാലൊക്കെ പിടിച്ചിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് പല്ലൊക്കെ കളിച്ച് കാണിച്ചിട്ട് എങ്ങനെയെങ്കിലൊക്കെ ഈ ഒരു ട്രേഡിൽ ഒരു സമവാക്യം ഉണ്ടാക്കിയിട്ട് വരാമെന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം ട്രേഡിൽ ഇപ്പോൾ ആശാന് കിട്ടിയ അടി എന്ന് പറഞ്ഞാൽ അമേരിക്ക കിട്ടിയ അടി ശരിക്കും വിട്ട അടിയാണ്. അപ്പോൾ ആ അടി എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് ഇപ്പം നിലവിൽ ട്രംപ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം എടുപിടി എന്ന് പറഞ്ഞാണ് ഈ ഒരു ട്രേഡുമായിട്ട് ബന്ധപ്പെട്ട താരിഫൊക്കെ ഇംപ്ലിമെന്റ് ചെയ്തത്. അതിന്റെ തിരിച്ചടിയാണ് ഇപ്പോൾ അമേരിക്ക നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നേരിടുമെന്നുള്ളത് നമ്മൾ പലപ്പോഴും നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വരും എന്നുള്ളത്. കാരണം ചൈനയുടെ മാസീവായിട്ടുള്ള ഇമ്പോർട്ട് ഉണ്ട് അമേരിക്കയുടെ ഉള്ളിൽ. അതൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. അത് ഗ്രാജുവലി കൊണ്ടുപോകേണ്ട ഒരു പ്രോസസ്സാണ്. അതാണ് അമേരിക്കയിൽ ഒരു മിസ്കാൽക്കുലേഷൻ സംഭവിച്ച് ഈ രീതിയിൽ ഗുരുതരമായ ഒരു വീഴ്ചയായിട്ട് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പൈസ അയക്കുന്നതിനൊക്കെ ടാക്സ് ഏർപ്പെടുത്തേണ്ട അവസ്ഥയിൽ അമേരിക്ക ഇപ്പം എത്തിപ്പെട്ടിരിക്കുന്നത്. ഉക്രൈൻ മിലിറ്ററിയിൽ ഓർഫൻസിനെ കൊണ്ടുവന്ന് ഫൈറ്റ് ചെയ്യിപ്പിക്കുന്നു, മിലിറ്ററി ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ട്
യുദ്ധത്തിൽ ഏർപ്പെടുത്തുന്നു എന്നുള്ള രീതിയിലൊക്കെ ഉള്ള വാർത്തകളും അലിഗേഷൻസ് ഒക്കെ വരുന്നുണ്ട്. പക്ഷേ അമേരിക്കയിൽ നിന്നും എലോൺ മസ്ക് നിരുപാധികം റഷ്യയെ പിന്തുണയ്ക്കുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതെന്താണ് അവർ തമ്മിലുള്ള ബന്ധം എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ എന്നാലും ഇലോൺ മസ്ക് റഷ്യയോടൊപ്പം കട്ടയ്ക്ക് നിൽക്കുകയാണ്. ജർമ്മനിയും UK കൂടെ ചേർന്നിട്ട് 2000 കിലോമീറ്റർ റേഞ്ചുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ പരീക്ഷണം നടത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ്. ഇപ്പം ജസ്റ്റ് കല്ലങ്ങിട്ടതേ ഉള്ളൂ കേട്ടോ, അടിക്കല്ല്. ജസ്റ്റ് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഈ ഒരു വെസ്റ്റേൺ മീഡിയ ഇതിനെക്കുറിച്ചുള്ള നറേറ്റീവ്സ് കൊടുത്തു കഴിഞ്ഞു. അതായത് ഇപ്പോൾ തൊട്ടേ സൃഷ്ടിക്കുകയാണ്. അതായത് ജർമ്മനിയും UKയും ചേർന്ന് വലിയ 2000 കിലോമീറ്റർ ദൂരപരിധിയുള്ള ഒരു ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുകയാണ്. അപ്പോൾ അത് അത്ര വലിയ കാര്യമായിട്ട് വാർത്തകൾ അടിച്ചിങ്ങനെ വരണം. കാരണം അത് ഇപ്പോൾ തൊട്ടേ അതിൻ്റെ പ്രൊപ്പഗൻഡ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വാർത്ത കൊടുത്തിരിക്കുന്നത്. ആദ്യം നിങ്ങൾ മിസൈൽ ഉണ്ടാക്കൂ, എന്നിട്ട് അത് പരീക്ഷിച്ച് വിജയിക്കുമ്പോഴത്തേക്ക് നമുക്ക് വാർത്ത കൊടുക്കാം. റഷ്യയും ചൈനയും കൂടെ ചേർന്നിട്ട് രണ്ടുപേരുടെയും ഈ സ്പേസ് മിഷനായിട്ട് മൂണിൽ ഒരു ന്യൂക്ലിയർ റിയാക്ടർ സ്ഥാപിക്കാനുള്ള പദ്ധതി ഒരുങ്ങുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പം വൈകാതെ തന്നെ ഇതുമായിട്ടുള്ള മുന്നോട്ട് പോക്കുണ്ടാവും. ചൈന ഈ വിഷയത്തിലൊക്കെ വളരെ കൃത്യം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അവരുടെ ടെക്നോളജി പലതരത്തിൽ അപ്പ് ആൻഡ് ഡൗൺ ഉണ്ടെങ്കിലും പലപ്പോഴും ഫെയിലിയർ ആവുന്നുണ്ടെങ്കിലും അവർ ആ മിഷൻ എപ്പോഴും കൈവിടാറില്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും അവരിതിന് മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫിൻലാൻഡിൽ 2 ഹെലികോപ്റ്റേഴ്സ്, ഫിൻലാൻഡിൻ്റെ തന്നെ 2 ഹെലികോപ്റ്റേഴ്സ് ആണ് ഇത് പരസ്പരം ഏറ്റുമുട്ടി, കൊളൈഡ്. അപ്പോൾ ആ രീതിയിൽ ഒരു അപകടം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് റഷ്യൻ ഇൻഫ്ലുവൻസ് ഉണ്ടോ എന്നൊക്കെ ഫിൻലാൻഡ് അന്വേഷിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പം ഇൻവെസ്റ്റിഗേഷൻ അണ്ടർ പ്രോസസ്സിലാണ്. ഇത് എങ്ങനെ സംഭവിച്ചു ഈ ഒരു എറർ എന്നുള്ളത്. എന്ത് സംഭവിച്ചാലും അവർ റഷ്യക്ക് നേരെ വിരൽ ചൂണ്ടുന്ന ഒരു കീഴ്വഴക്കമുണ്ട് ഈ നാറ്റോ രാജ്യങ്ങൾക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അവർ ആ രീതിയിൽ ഒരു അലിഗേഷൻ ഉന്നയിക്കുന്നത്. അമേരിക്കയിൽ നോർത്ത് ഒർലാൻഡ് എന്ന് പറഞ്ഞ അവിടുത്തെ ഒരു ജയിൽ, ഏറ്റവും വലിയൊരു ജയിലാണ്. ആ ജയിലിൽ നിന്ന് 10 അന്തേവാസികൾ രക്ഷപ്പെട്ടു പോയി, എസ്കേപ്പായി. എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഈ ജയിലിലെ പീഡനമാണോ എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും വരുന്നില്ല. ഈ വാർത്ത എങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ആ ജയിലിൻ്റെ ഇമേജും കൂടെ കാണിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് വന്നിട്ടില്ല. ഇപ്പോഴും അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഉണ്ട്. കാരണം അവർ ഇതുവരെ പിടിച്ചിട്ടില്ല. അവരെ പിടികൂടിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ എന്താണ് എക്സാക്ട്ലി റീസൺ എന്നുള്ളത്. ഇതാരാണ് സഹായിച്ചത്, ഇതാരെങ്കിലും പർപ്പസ്ഫുള്ളി ഇവരെ എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വല്ലതും പ്രോക്സികളെ വെച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയതാണോ എന്നുള്ള കാര്യങ്ങൾ വരെ ഇൻവെസ്റ്റിഗേഷൻ്റെ പരിധിയിലാണുള്ളത്. മെക്സിക്കോയുടെ ഒരു നേവി ഷിപ്പ് ന്യൂയോർക്കിൽ ബ്രൂക്ലിൻ ബ്രിഡ്ജിൻ്റെ അടിയിൽ വന്ന് തട്ടി. പരിശീലന ഓട്ടത്തിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചതെന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ ഈ അമേരിക്കയുമായിട്ട് ഒരു ഇഷ്യൂ വേണ്ട എന്നുള്ള നിലയിൽ മെക്സിക്കോ ഒഴിവാവാൻ വേണ്ടിയിട്ട് പറയുന്ന ചില റീസൺസ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. പക്ഷേ അമേരിക്ക ഇതിനെ വളരെ സീരിയസ് ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. 2 പേര് കൊല്ലപ്പെട്ടിട്ടുണ്ട് ഈ ഒരു അപകടത്തിൽ. ഇതിൽ 70-ലധികം പേർക്ക് ഗുരുതര പരിക്കാണ്. ശനിയാഴ്ച രാത്രി 8:30-ക്കാണ് ഈ ഒരു അപകടം സംഭവിച്ചത്. അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇൻവെസ്റ്റിഗേഷൻസ് മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ വീഡിയോയിൽ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ട്രംപിനെ വേണ്ടി വന്നാൽ ട്രംപിനെയും എതിർക്കും എന്നാണ് നെതന്യാഹു പറഞ്ഞു വെക്കുന്ന മെസ്സേജ്. ഈ ഒരു മെസ്സേജ് വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു പരിധി വരെ ഇന്ത്യയുടെയും നിലപാട് ഇത് തന്നെയാണ്. അതായത് അമേരിക്കൻ പ്രസിഡന്റ് ആയാൽ തന്നെയും ട്രംപ് ആയാൽ തന്നെയും ഞങ്ങൾക്കൊന്നുമില്ല. ഇന്ത്യയുടെ പോളിസികളെ മറികടന്നുകൊണ്ടോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ പോളിസികളെ മറികടന്നുകൊണ്ടോ ട്രംപിന് വേണ്ട രീതിയിൽ ഇന്ത്യയിലെ നിയമങ്ങൾ വളച്ചൊടിക്കാൻ ഇന്ത്യൻ ഗവൺമെൻറ്റും അതേപോലെ തന്നെ ഇസ്രായേലിൻ്റെ നിയമങ്ങൾ വളച്ചൊടിക്കാൻ ഇസ്രായേലും തയ്യാറല്ല എന്നുള്ളതാണ് നേരെ. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉടനെ ഇസ്രായേലും ഇന്ത്യയും അമേരിക്കയ്ക്കെതിരെ എന്നുള്ള ഒരു പോയിന്റിലല്ല ഇതിനെ നമ്മൾ കാണേണ്ടത്. ഇതിനെ കാണേണ്ടത് പക്ക ഡിപ്ലോമാറ്റിക് ആണ്. അതായത് ഇതിൽ സൈലൻ്റ് ആയിട്ട് കൊടുക്കുന്ന ചില മറുപടികൾ, ഇതിന് സംസാരത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതാത് രാജ്യങ്ങൾ ചെയ്യുന്ന ആക്ടിവിറ്റീസ്, ആ ആക്ടിവിറ്റീസിലൂടെ മറ്റുള്ള രാജ്യങ്ങളുടെ ഡിപ്ലോമാറ്റ്സ് ഇതിനെ മനസ്സിലാക്കും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ബേസിസിലാണ് ഈ ഒരു ഡിപ്ലോമാറ്റിക് ഡിസിഷൻസിലോട്ട് മുന്നോട്ട് പോകുന്നത്. ഇതിനകത്ത് ഇന്ത്യയും ഇസ്രായേലും ഒരുമിച്ചാണ് മുന്നോട്ട് പോകുന്നത്. അതും തീവ്രവാദത്തിനെതിരെ, തീവ്രവാദികളെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള നിലപാടുകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ മലക്കം മറിഞ്ഞ് ട്രംപിൻ്റെ സർക്കാർ എടുക്കുന്നുണ്ട്. ആ ഒരു നിലപാട് വരുമ്പോഴൊക്കെ ഇന്ത്യയും ഇസ്രായേലും ശക്തമായിട്ട് അതിനെ എതിർക്കുന്നുണ്ട്, അതിൻ്റെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നുണ്ട്. ആ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നതാണ് ഞാൻ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിപ്ലോമാറ്റിക് റിലേഷൻസിൽ വരുന്ന ആ ഒരു വിള്ളലുകൾ. അതിന് ട്രംപ് പല രീതിയിലും ട്രേഡ് ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും ട്രംപിൻ്റെ നെഗോസിയേഷൻസിൻ്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് നമ്മൾ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം ട്രംപ് എന്ന് പറഞ്ഞാൽ ഒരു ടഫ് നെഗോഷിയേറ്ററാണ്. ആ നെഗോഷിയേറ്റർ ശരിക്കും എല്ലാ കാര്യങ്ങളെയും, അതായത് മരുന്നായിക്കോട്ടെ, ഫാർമസ്യൂട്ടിക്കൽ ആയിക്കോട്ടെ, മാനവികതയായിക്കോട്ടെ, എല്ലാ കാര്യങ്ങളെയും, UN ആയിക്കോട്ടെ, പല കാര്യങ്ങളെയും ഒരുമിച്ച് ഒരു കൂട്ടായി എടുത്തുകൊണ്ട് വന്നിട്ടാണ് ഓരോ രാജ്യങ്ങളെ നെഗോഷിയേറ്റ് ചെയ്യാൻ ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് കാര്യങ്ങൾ എന്ന് വെച്ചാൽ ചില കാര്യങ്ങൾക്ക് നെഗോസിയേഷൻ പറ്റും, ചില കാര്യങ്ങൾക്ക് നെഗോസിയേഷൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നെഗോസിയേഷൻസ് ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ഒരു പ്രോസസ്സായിട്ട് മാറുന്ന ഒരു സെനാറിയോയാണ് ഇപ്പം അമേരിക്കയുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യുന്ന പല രാജ്യങ്ങൾക്കും നേരിടേണ്ടി വരുന്ന ഒരു പ്രതിസന്ധി. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ഇതിനകത്ത് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വിഷയങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.